ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി വിത്ത് മീ. അപ്പം നമ്മളിന്ന് ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, ജീവകങ്ങൾ. കോഎൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകങ്ങൾ. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം അല്ലെങ്കിൽ ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്കാണ്. ഇദ്ദേഹം തന്നെയാണ് വിറ്റാമിൻ തെറാപ്പിയുടെ പിതാവെന്നും അറിയപ്പെടുന്നത്. ജീവകങ്ങളെ അവയുടെ ലയനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നും. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഓർത്ത് വയ്ക്കാൻ ഒരു കോഡായിട്ട് പറയാം. കൊഴുപ്പ് ശരീരത്തിന് കേടാണ്, അങ്ങനെ ഓർക്കുകയാണെങ്കിൽ കേട, KEDA, കേട, അങ്ങനെ ഓർത്ത് വെച്ചാൽ ഓർമ്മയിലുണ്ടാവും. അടുത്തത് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ: വൈറ്റമിൻ ബി, വൈറ്റമിൻ സി. അപ്പോൾ ഇവയാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ആകെ 13 ജീവകങ്ങളുള്ളതിൽ 8 ജീവകം ബി കോംപ്ലക്സിലാണ് വരുന്നത്. അവയുടെ ഓരോ വിറ്റാമിൻസിൻ്റെയും രാസനാമങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ജീവകം എ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. അപ്പോൾ എന്താണ് ജീവകം എ? കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്നതും പാലിൽ സുലഭമായിട്ടുള്ളതും ഈ ജീവകമാണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കാരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഈ കാരോട്ടിനാണ്. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകവും ജീവകം എ ആണ്. പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിനാണിത്. ജീവകം എയുടെ തുടർച്ചയായ അഭാവം കാരണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയെയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജീവകം സി. ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകമാണ് ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിച്ച് നീരാവിയോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിനാണ് ജീവകം സി എന്ന് പറയുന്നത്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണിത്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നത് ഈ ഒരു ജീവകത്തിൻ്റെ അഭാവം മൂലമാണ്. ജലദോഷത്തിനൊരു ഉത്തമ ഔഷധമായ ജീവകമാണിത്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകമാണ്. അടുത്തത് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകമെന്നറിയപ്പെടുന്നതും ഇതാണ്. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം ജീവകം ഡി ആണ്. അടുത്തത് ജീവകം ഇ. ജീവകം ഇയുടെ രാസനാമം ടോക്കോഫെറോൾ എന്നാണ്. അപ്പോൾ ജീവകം ഇ ഹോർമോണായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ജീവകമാണ്. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുമാണ്. ഒരു നിരോക്സികാരി കൂടിയായ ജീവകമാണ് ജീവകം ഇ എന്ന് പറയുന്നത്. മുട്ടയുടെ വെള്ളയിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമെന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. രക്തസ്രാവം തടയാനായി ജനിച്ചുടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു ജീവകമാണിത്. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. അടുത്തത് വൈറ്റമിൻ ബിയെ കുറിച്ചാണ്. വൈറ്റമിൻ ബി കുറേ തരത്തിലുണ്ട്. 8 തരം വൈറ്റമിൻ ബി ആണുള്ളത്. അത് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം വൈറ്റമിൻ ബിയിൽ വൈറ്റമിൻ B1 രാസനാമമാണ് പറയുന്നത് തയാമിൻ. വൈറ്റമിൻ ബിൻ്റെ രാസനാമം തയാമിൻ എന്നാണ്. വൈറ്റമിൻ B2 രാസനാമം റൈബോഫ്ലാവിൻ. ഇതുപോലെ വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ്. വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്, വൈറ്റമിൻ B6 പിരിഡോക്സിൻ, വൈറ്റമിൻ B7 ബയോട്ടിൻ, വൈറ്റമിൻ B9 ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12 സയനോകൊബാലമീൻ. ഇനി എന്താണ് വൈറ്റമിൻ ബി? വൈറ്റമിൻ ബി തവിടിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത കാരണം വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത്. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്നത് ഈ റൈബോഫ്ലാവിനാണ്.
അതായത് വൈറ്റമിൻ B2. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം റൈബോഫ്ലാവിനാണ്. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ചെറുകുടലിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകങ്ങളാണ് വൈറ്റമിൻ B7, വൈറ്റമിൻ B5, വൈറ്റമിൻ K തുടങ്ങിയവ. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B2. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ള വീഡിയോസിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.